കേരളത്തിന്റെ തലസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തിൽ ഒറ്റപ്പെട്ട് ഹൈബിയുടെ എം.പി. ഹൈബിയുടെ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ. മുരളീധരനും അടക്കമുള്ള നേതാക്കൾ ഹൈബിയെ തള്ളിപ്പറഞ്ഞു. കോൺഗ്രസിലെ ചില നേതാക്കൾ കച്ചവട താൽപര്യമാണ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ബില്ലിന് പിന്നിൽ എന്ന് ബി.ജെ.പി. ആരോപിച്ചു. കേരളത്തിന്റെ തലസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം അനാവശ്യ ചർച്ചകൾക്ക് വഴിവെച്ചുവെന്നാണ് കെ.പി.സി.സിയുടെ വിമർശനം. ഹൈബിയുടേത് കോൺഗ്രസിന്റെ നിലപാടല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഹൈബിയെ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നും ബില്ല് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പാർട്ടിയോട് ആലോചിക്കാതെ ചെയ്തതിലുള്ള അസംതൃപ്തിയാണ്. പിന്നെ ഈ കാര്യത്തിലുള്ള അസംതൃപ്തിയാണ് അദ്ദേഹത്തെ അറിയിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ് ഹൈബിയുടെ. എങ്കിലും അതങ്ങനെ ഒരു ആലോചനയില്ലാതെ അവർ ചെയ്തതുകൊണ്ടുള്ള അസംതൃപ്തി അറിയിക്കുന്നുണ്ട്. ഇനി അദ്ദേഹം അത് പ്രസ് ചെയ്യില്ല, അതുമായി മുന്നോട്ടും പോയില്ല. പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞല്ലേ അദ്ദേഹം പാർട്ടിയോട് ആലോചിക്കാതെയാണ് ഹൈബി ഈഡൻ സ്വകാര്യ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്നും ഇത് ശരിയായ നിലപാടല്ലെന്നുമായിരുന്നു കെ. മുരളീധരന്റെ പ്രതികരണം. ഹൈബി ഉന്നയിച്ചത് വ്യക്തിപരമായ ആവശ്യം മാത്രമാണെന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം. ഈ വിഷയത്തിൽ ഹൈബി രാഷ്ട്രീയ ബുദ്ധി കാട്ടിയില്ലെന്നും തരൂർ പറഞ്ഞു. ട്വിറ്ററിൽ കുറിച്ച പ്രതികരണത്തിൽ ഹൈബിയുടേത് അപക്വമായ നടപടിയെന്നായിരുന്നു തരൂർ കുറ്റപ്പെടുത്തിയത്. അതേസമയം ചില കോൺഗ്രസ് നേതാക്കളുടെ കച്ചവട താൽപര്യമാണ് ഈ ബില്ലിന് പുറകിലെന്ന് ബി.ജെ.പി. ആരോപിച്ചു. ഒരുപാട് കാലം നമ്മുടെ രാജ്യം ഭരിച്ച സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുവാൻ നടത്തുന്ന ഈ നീക്കം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ബി.ജെ.പി. ശക്തമായിട്ട് പ്രതിരോധിക്കും. കോൺഗ്രസിന്റെ തിരുവനന്തപുരം എം.പിയും കോൺഗ്രസ് നേതൃത്വവും ഇത്രയും കാലം ഈ ബില്ല് അവതരിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത് എന്ന് അവർ മറുപടി പറയേണ്ടത്. ഇത്തരത്തിൽ ഒരു നാടിലെ ജനത ഒറ്റക്കെട്ടായി നരേന്ദ്രമോദി ഗവൺമെന്റിന് കീഴിൽ അണിനിരന്നുകൊണ്ട് നമ്മുടെ നാട് വികസനത്തിലേക്ക് കുതിച്ചു വരുമ്പോൾ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് രാഷ്ട്രീയമായും വ്യക്തിപരമായുള്ള താല്പര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഈ നീക്കം അങ്ങേയറ്റം തന്നെ പ്രതിഷേധാർഹമാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.